നമസ്കാരം, കൃത്യസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. ഇന്ന് കുറച്ച് നല്ല മാമ്പഴം കിട്ടിയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ബെസ്റ്റാണ് ഈ മാമ്പഴം. ഇതിൻ്റെ പേര് ചന്ദ്രക്കാരൻ മാങ്ങ എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അതിൽ 4 നല്ലതുണ്ടായിരുന്നുള്ളൂ. 4 തൊലി പൊളിച്ച് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ശർക്കര പാനിയാക്കിയാണ് സൂക്ഷിക്കാറ്. അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന ശർക്കര പാനി ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്ര തന്നെ മധുരമുള്ള മാമ്പഴമായാലും കുറച്ചൊരു ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കണം. ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാരയേക്കാൾ ഏറ്റവും നല്ലത് ശർക്കര തന്നെയാണ്. അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നൽകും. മാങ്ങയിലേക്ക് ഈ ടേസ്റ്റുകളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. അതൊന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. 4 ചെറിയ ഉള്ളി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിന്റെ അളവ് കൂടി പോവരുത്, വല്ലാത്തൊരു ടേസ്റ്റ് ആയി പോവും. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ എന്തായെന്നൊന്ന് നോക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി നല്ലവണ്ണം ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടി വെക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിം അത് തന്നെ മതിയാവും. നമുക്ക് ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നല്ലവണ്ണം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും ഇതിരുന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അതുമാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകാനും തുടങ്ങും. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് നെയ്യ് കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 4 ഉണക്കമുളകാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 4-5 ഉള്ളി ചെറുതായി മുറിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് കടുക് താളിച്ചത് മാറ്റി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ചു മൂടി മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് തന്നെ ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ അതിരുന്നൊന്ന് കുറുകും. ഇതാ നല്ല സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു മാമ്പഴ പുളിശ്ശേരിയാണിത്. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മിക്കവാറും എല്ലാവർക്കും തന്നെ
മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. Till then, we are signing off. Take care. Bye-bye.